കൈയൊക്കെ സുന്ദരിയാക്കിയിട്ട് എങ്ങോട്ടുള്ള പോക്കാണ്? ഇന്ന് എൻ്റെ ഷെബീസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് മേടിക്കാനുള്ള പോക്കാണ്. അതിന് കൈയൊക്കെ സുന്ദരിയാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ റിമൂവർ വെച്ചിട്ട് ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് ഇനിയിപ്പം നെയിൽ ഫിക്സ് ചെയ്യാൻ പോവേണേ. അപ്പോൾ ഈ നെയിൽസ് ഞാൻ മേടിച്ചതെല്ലാം ഓൺലൈനിൽ നിന്നാണ്. പണ്ട് മേടിച്ച് വെച്ചതാണ്, ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ എടുത്ത് ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പോൾ പിന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട നെയിൽസ് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന നെയിൽസ് തന്നെ കിട്ടും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെയിൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കറാണ് മേടിച്ചേക്കുന്നത്. ഇതും ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഉണ്ട് കേട്ടോ. പക്ഷേ ഗ്ലൂ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഒട്ടിക്കാം. ഇതിന് 2 സൈഡുണ്ട്, 2 സൈഡ് ഒട്ടിപ്പുണ്ട്. ഒന്ന് നമ്മൾ ഈ നെയിൽസിൽ ഒട്ടിക്കാനും ഒന്ന് നമ്മളെ നെയിൽസിൽ ഒട്ടിക്കാനും. ഇതിങ്ങനെ 2 സൈഡിലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മാറ്റിയ ശേഷം അത് ഈ നമ്മളെ നെയിൽസിൽ ഇങ്ങനെ അമർത്തി പിടിക്കണം കേട്ടോ. അമർത്തി പിടിക്കുമ്പോൾ അങ്ങ് ഒട്ടും. ദേ എൻ്റെ ഓയിലിൻ്റെ വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നെയിൽസ് ഒക്കെ ആദ്യം ഒട്ടിച്ച് കേട്ടോ. നെയിൽസ് ഒട്ടിച്ച ശേഷം പിന്നെ ആ നെയിൽസ് ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്ത ശേഷം അതിനകത്ത് നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടണം. ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് സുന്ദരിയായി നമ്മൾ പോയത് എങ്ങോട്ടേക്കാണ്? ലുലുവിലേക്കാണ്. അവിടെ ആദ്യം പോയിട്ട് വിശന്നിട്ട് വയ്യ, പാരഗണിൽ പോയി ടോക്കൺ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കാത്തിരുന്ന ശേഷം നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി കയറി. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് മീൽസാണ്, ഫിഷ് കറി വിത്ത് മീൽസ്. ഷെബീസ് ആണെങ്കിൽ പാരഗണിലെ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. രണ്ടും രണ്ടിനേരത്തുള്ള ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ച ശേഷം നമ്മളൊരു ഇത് കഴിച്ചു കേട്ടോ, പായസം കഴിച്ചു. ഇളനീർ പായസമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് റാഡോയിലേക്കാണ്. റാഡോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ എല്ലാം നമ്മൾ വാച്ചൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. കാര്യം കുറേ സമയം എടുക്കുമല്ലോ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച വാച്ചാണ് ഇത് കണ്ടോ. അപ്പം അതിന് പല പല ടൈപ്പ് വെറൈറ്റികൾ മോഡൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നോക്കുമ്പോൾ വേറൊരു മോഡലും കൂടെ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇത് മേടിക്കണം അത് മേടിക്കണം. എൻ്റെ ഡ്രസ്സിന് ചേരുന്ന പച്ചയൊക്കെയാണത്. പക്ഷേ നമുക്ക് കൂടുതൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് ഈ ബ്ലാക്ക് കളർ. അങ്ങനെ അത് തന്നെ സെലക്ട് ചെയ്ത് എൻ്റെ ഷെബീസ് എനിക്ക് ഇട്ട് തരുന്നത് കണ്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷമായി. ലവ് യു ഷെബീസേ. അപ്പോൾ ഇതാണ് നമ്മുടെ 10ാമത്തെ വിവാഹ വാർഷികത്തിൻ്റെ എനിക്ക് കിട്ടിയ എൻ്റെ ഷെബീസ് തന്ന ഗിഫ്റ്റാണ് ഇത്, സമ്മാനമാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ റാഡോ മേടിച്ചിട്ട് നമ്മൾ നേരെ പോയത്, നമ്മളെപ്പോഴും ലുലുവിൽ വരുമ്പോൾ ഒന്ന് താഴെ മാർക്കറ്റിലേക്ക് ഒന്ന് പോകും കേട്ടോ. അപ്പം ഇപ്രാവശ്യവും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കയറി. കൂടെ അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീയും എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറെ ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ കണ്ട് പുള്ളിക്കാരി ചെറിയൊരു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ നമുക്ക് തന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്രാവശ്യത്തെ ഈ സാൻഡേനെയാണ് കേട്ടോ. അത് പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പക്ഷെ അതൊന്നും മേടിച്ചില്ല. അങ്ങനെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.